Hi, hello dear students. Welcome back to Future Plus Academy. Indira Gandhi National Open University MEG-02 MA English in the British Drama എന്നുള്ള പേപ്പറിന്റെ PYQ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. So welcome all of you to this live session. So IGNOU Rapid 30 ക്രാഷ് കോഴ്സുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ നടത്തുന്ന യൂട്യൂബ് ലൈവ് സെഷൻ ആണിത്. സോ വൺസ് അഗെയിൻ വെൽക്കം ഓൾ ഓഫ് യു. അപ്പോൾ ബ്രിട്ടീഷ് ഡ്രാമ എന്നുള്ള പേപ്പറിന്റെ എക്സാം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ ആണ് നമ്മളിവിടെ നടത്തുന്നത്. PYQ എന്ന് സ്പെസിഫിക്കലി പറയാൻ കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലാസ്റ്റ് നമുക്കൊരു UGയുടെ ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ സമയത്ത് ഭയങ്കര ഒരു എന്താ പറയുക കോൺഫിഡൻസ് ബൂസ്റ്റ് ആയ ആസ് എ ടീച്ചർ എനിക്കുണ്ടായ ഒരു നല്ലൊരു അനുഭവങ്ങളിൽ ഒന്നാണ് അന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം 8 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ 6ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞത് വന്നു എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ലൈക്ക് അക്കാഡമിക് ആണെങ്കിലും ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിലാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സക്സസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം രാത്രി ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ പിറ്റേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് റൈറ്റ്. ഓക്കെ, സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം നമ്മൾ ആസ് ഇപ്പോൾ ഒരു 4 വർഷമായി നമ്മളിവിടെ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മളെപ്പോഴും ഈ എക്സാമിൻ്റെ തലേ ദിവസം നടത്തുന്ന ലൈവ് സെഷനിൽ നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും ഏത് സബ്ജക്റ്റ് ആവട്ടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും റെഫർ ചെയ്ത് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം ഇഗ്നോയുടെ ഒരു പാറ്റേൺ അതാണ്. ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് തന്നെയാണ് അവർ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഈവൻ ക്വസ്റ്റ്യൻ നമ്പർ പോലും മാറാതെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റുഡൻസിനോട് എപ്പോഴും അതിൽ ജോയിൻ ചെയ്യണം, ലൈവിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ പറയാൻ കാരണം. ഓക്കെ, സോ ആർക്കെങ്കിലും ഇഗ്നോയുടെ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ലൈവ് കാണുമ്പം അതിൻ്റെ താഴെ ഈ പറഞ്ഞ പോലെ തന്നെ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ പ്ലസ് ഓൺലൈൻ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടൊരു യെല്ലോ ടാബിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഫൈൻ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുട്ടികളുണ്ട്, എല്ലാവരും ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ചാറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് അയയ്ക്കുക, ഹായ്ന്നോ ഹെലോന്നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് അയയ്ക്കുക. കാരണം നമുക്ക് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു റാപ്പ് പോലെ ഒരു നല്ല രസത്തിൽ പോകാം ലൈവ് സെഷൻ. ഓക്കെ, സോ ഞാൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്സ് വരുമ്പോൾ അത് ഞാൻ സ്പെഷ്യലി ഒരു സ്ലൈഡ്സ് വെച്ചിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പർട്ടിക്കുലർലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എക്സാം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ ആണ് നമ്മുടെ ഇന്നത്തെ ലൈവ് സെഷനിൽ. ഓക്കെ, സോ ആദ്യം ഈ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഐ വുഡ് ലൈക്ക് ടു ടെൽ യു വാട്ട് ഈസ് ബ്രിട്ടീഷ് ഡ്രാമ എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ബേസിക് ആയിട്ടൊരു ഐഡിയ ഞാൻ ആക്ച്വലി നിങ്ങളോട് പറയുന്നുണ്ട്. സോ ബ്രിട്ടീഷ് ഡ്രാമ എന്നുള്ളതിൻ്റെ ഒരു ഇത് പറയാം. സോ ബ്രിട്ടീഷ് ഡ്രാമ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ എവല്യൂഷൻ, എന്താണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം essay ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ എഴുതുന്ന സമയത്ത് നമ്മളത് കൂടുതലും അത് ഫോക്കസ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് കുറേ കൂടി എഴുതാൻ പറ്റുക. ഇപ്പോൾ 20 മാർക്സിനും 15-20 മാർക്കൊക്കെയാണ് നിങ്ങൾക്ക് essay ക്വസ്റ്റ്യന് വരിക. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾ ചോദിക്കും, മിസ് പോയിന്റ്സ് എഴുതാതെ പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്രത്തോളം എഴുതണം എന്നുള്ളത് ചോദിക്കും. എങ്ങനെയാണ് ഇത്രയും വലിയൊരു 10-20 മാർക്കിനൊക്കെ നമ്മൾ essay എഴുതുക എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് കുട്ടികളോട് നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് നിങ്ങൾക്ക് നല്ല വായന വേണം. വായന ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്താ പറയുക മെൻഷൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം കുറച്ച് പോയിന്റ്സ് ബ്രിട്ടീഷ് ഡ്രാമയെ കുറിച്ച് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് വിച്ച് ഇസ് ഇൻക്ലൂഡിങ് യുവർ ഓൾ ബ്ലോഗ്സ്. ഈ ബ്ലോക്കുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഡ്രാമയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ തരുന്നത്. ഓക്കെ, പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഈ PDF നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഈ PDF അവൈലബിൾ ആണെങ്കിൽ ഫ്യൂച്ചർ പ്ലസിൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ മെൻറ്റേഴ്സ് ഈ ഒരു PDF അയച്ചു തരും. അല്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പിൻഡ് കമൻറ്റിൻ്റെ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാകും. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ PDF അവൈലബിൾ ആയിരിക്കും. Okay, so British drama has evolved over several centuries, shaped by religious, social, political, and artistic transformations, and play listed in the above block represent the major milestone of this journey. So, beginning of the Renaissance. Okay, നമ്മൾ കാലഘട്ടങ്ങളിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് പോയിട്രി ആണെങ്കിലും നോവൽ ആണെങ്കിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇറാസ് ഡിസ്കസ് ചെയ്യും. ലിറ്ററേച്ചറിന്റെ ഓരോ ഇറാസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ബിഗിനിങ് വിത്ത് ദ റിനൈസൻസ്, ക്രിസ്റ്റഫർ മാർലോസ് ഡോക്ടർ ഫോസ്റ്റസ് stands as a significant early modern tragedy exploring human
human ambition, the thirst for forbidden knowledge, and the eternal struggle between divine morality and sinful temptation. Okay, so Marlowe's powerful blank verse and larger than life figures of the Faustus who sells his soul to the Mephistopheles. Okay, അപ്പോൾ ആദ്യം പറയുന്നത് റെനൈസൻസ് കാലഘട്ടത്തിൽ തുടങ്ങി. അവിടെ നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് പഠിക്കാനുള്ളത് ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റസ് ആണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തികളിൽ വളരെ പ്രസിദ്ധനായ വ്യക്തിയാണ് ക്രിസ്റ്റഫർ മാർലോ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വർക്കാണ് ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്നത്. ഏർലി മോഡേൺ ട്രാജഡി ആ വിഭാഗത്തിലേക്ക് വലിയൊരു എന്താ പറയുക ഒരു ഇതാണ് ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്നത്. ഒരു ഫോർബിഡൻ നോളേജിനെ കുറിച്ചും എറ്റേണൽ സ്ട്രഗിളിനെ കുറിച്ചും ഡിവൈനിറ്റി, മൊറാലിറ്റി, സിൻഫുൾ ടെംപ്റ്റേഷൻ, ഇതിൻ്റെയൊക്കെ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള തീം വരുന്ന ഒരു വർക്കാണ് ഡോക്ടർ ഫോസ്റ്റസിൻ്റെ. മാർലോനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പവർഫുൾ ബ്ലാങ്ക് വേഴ്സ് വെച്ച് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അങ്ങനെയാണ്. ആൻഡ് ലാർജർ ദാൻ ലൈഫ് ഫിഗേഴ്സ് ഓഫ് ഫോസ്റ്റസ് ഹൂ സെൽസ് ഹിസ് സോൾ ടു മെഫിസ്റ്റോഫെലിസ്. നിങ്ങൾക്ക് ആ ഒരു വർക്കിനെ കുറിച്ച് അറിയുന്നുണ്ടാവും. കാരണം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സയൻറ്റിസ്റ്റ് ആണ് ഇദ്ദേഹം. ഈ പറഞ്ഞ ഇതിനെക്കുറിച്ചൊക്കെ ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള റിലീജിയനും മറ്റുള്ളതിനൊക്കെ എതിർത്ത് ഈ ഒരു വഴിയെ പോകുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് വാർണിംഗ് ആക്ച്വലി കിട്ടുന്നുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹം ഫോസ്റ്റസ് അതിൻ്റെ പിന്നാലെ പോകുന്നു. അവസാനം അതിൽ നിന്ന് തിരിച്ചു കയറണം എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുന്ന സമയത്ത് തിരിച്ചു കയറാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആർക്കുണ്ടാകുന്നത്, ഫോസ്റ്റസിന് ഉണ്ടാകുന്നത്. ഓക്കെ, സോ മൂവിങ് ടു എലിസബത്തൻ തിയേറ്ററിക്കൽ പീക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഫോസ്റ്റസിനെ അവിടെ വെച്ചു. ഇനി നമ്മൾ എലിസബത്തൻ തിയേറ്ററിക്കൽ പീക്കിലേക്ക് വരുന്ന സമയത്ത് എലിസബത്തൻ തിയേറ്റർ എന്നുള്ള ജോണറിലേക്ക് അല്ലെങ്കിൽ ഇറയിലേക്ക് വരുമ്പോൾ തന്നെ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡ്രാമറ്റിസ്റ്റ് ആണ് വില്യം ഷേക്സ്പിയർ. ഓക്കെ, ദ വെൽ നോൺ വില്യം ഷേക്സ്പിയർ. ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് ഫിഗർ ഇൻ ഇംഗ്ലീഷ് ഡ്രാമ. contributed immensely with work like A Midsummer Night's Dream and Hamlet. Midsummer Night's Dream blends comedy, fantasy and romance through its magical characters. Oberon, Titania, Puck and young lovers caught into humorous confusion, highlighting theme of illusion, love's irrationality and the thin line between the dreams and reality എന്ന് പറയും. ഓക്കെ, സോ ദാറ്റ് ഇസ് കോൾഡ് എസ് ബ്രിട്ടീഷ് ഡ്രാമ എന്ന് പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് വർക്ക്സ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എലിസബത്തൻ തിയേറ്റർ രണ്ട് വർക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് മിഡ്സമ്മർ നൈറ്റ് ഡ്രീംസും അതുപോലെ തന്നെ ഹാംലെറ്റും. ആ രണ്ട് വർക്കും എങ്ങനെയാണെന്നുള്ളത് പറയുന്നു. അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നു, തീംസ് ഡിസ്കസ് ചെയ്യുന്നു. ഹാംലെറ്റിലേക്ക് വരുമ്പോൾ ഹാംലെറ്റ് ഇസ് എ പ്രൊഫൗണ്ട് ട്രാജഡി. നിങ്ങൾക്ക് അറിയാം അല്ലേ, പ്രൊഫൗണ്ട് ട്രാജഡി എന്ന് പറയാൻ കാരണം എന്താണ്? ഓൺ എ പ്രിൻസ് ഹാംലെറ്റ് സൈക്കോളജിക്കൽ കോൺഫ്ലിക്ട്, മോറൽ ഹെസിറ്റേഷൻ ആൻഡ് ദ കറപ്റ്റ് അറ്റ്മോസ്ഫിയർ ഓഫ് ഡെൻമാർക്ക്, തീംസ് ഓഫ് റിവെഞ്ച്, ഡെത്ത്, മാഡ്നസ്, പൊളിറ്റിക്കൽ ഡീകേ ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ഡൗട്ട് മേക്ക് ഇറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഫിലോസഫി റിച്ച് പ്ലേസ് ഇൻ വേൾഡ് ലിറ്ററേച്ചർ. നമുക്കറിയാം ഷേക്സ്പിയറിൻ്റെ വർക്ക്സിനെ നമ്മൾ ട്രാജിക് വർക്ക്സ്, അതുപോലെ തന്നെ ട്രാജിക് കോമഡി, ഹിസ്റ്റോറിക്കൽ പ്ലേസ് അങ്ങനെയായിട്ട് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഹാംലെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അദ്ദേഹത്തിൻ്റെ ട്രാജഡീസിൽ അദ്ദേഹത്തിൻ്റെ മറ്റു ട്രാജഡീസ് ഏതൊക്കെയാണ്? കിങ് ലിയർ, അതുപോലെ തന്നെ മാക്ബത്ത്, ഒതെല്ലോ, ഇതൊക്കെയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ട്രാജഡീസ് അപ്പാർട്ട് ഫ്രം ഹാംലെറ്റ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഹാംലെറ്റിൻ്റെ സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ്. പ്രോപ്പറായിട്ടൊരു ആക്ഷൻസ് എടുക്കാൻ പറ്റാത്ത അദ്ദേഹത്തിൻ്റെ ഇനബിലിറ്റി, അതിനെക്കുറിച്ച് പറയുന്നു. പിന്നെ അവിടെ തീംസ് ഓഫ് റിവെഞ്ച്, അതുപോലെ തന്നെ ഡെത്ത്, മാഡ്നസ്, പൊളിറ്റിക്കൽ ഡീകേ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇനി ഏർലി 70th സെഞ്ച്വറിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സറ്റാരിക്കൽ കോമഡി റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു റൈറ്ററാണ് ബെൻ ജോൺസൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കും ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഒരു ഷാർപ്പ് ക്രിറ്റിസിസം ആണ് അതിൽ ആക്ച്വലി പറയുന്നത്, ക്രിറ്റിസിസം ആണ്. ആൻഡ് ജോൺസൺസ് മാസ്റ്ററി ലൈസ് ഇൻ ദ റിയലിസ്റ്റിക് പോർട്രയൽ ഓഫ് എ കോൺ ആർട്ടിസ്റ്റ്, സട്ടിൽ, ഫേസ് ആൻഡ് ഓൾ. അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഏറ്റവും ഷേക്സ്പിയറിനുമായിട്ട് ആ ഒരു റൈറ്റിംഗ് ഇത് പങ്കിടുന്ന വ്യക്തിയാണ്. കണ്ടംപററി റൈറ്ററാണ് ഷേക്സ്പിയറിൻ്റെ. ആ കാലഘട്ടത്തിൽ എഴുതിയ വ്യക്തിയായിരുന്നു. പക്ഷെ നമ്മുടെ ജോൺസന്റെ വർക്ക്സ് എപ്പോഴും സറ്റയറിന് പ്രാധാന്യം കൊടുക്കുന്നതായിരുന്നു. എപ്പോഴും സമൂഹത്തിനെ അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റൊരുപാട് കാര്യങ്ങൾക്കെതിരെ ക്രിട്ടിസൈസ് ചെയ്ത് എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, സോ അടുത്തത് ഷിഫ്റ്റിംഗ് ടു ദ ഏർലി 20th സെഞ്ച്വറിയിലേക്ക് വരുന്ന സമയത്ത് പ്ലേ റൈറ്റ്സ് ലൈക്ക് ജെ.എം. സിഞ്ചിനെ പോലുള്ള റൈറ്റേഴ്സ് ഹൂ ദ പ്ലേ ബോയ് of the western world stirred controversy for its portrayal of a rural Irish life. Okay, so ഓരോരുത്തരും ഓരോ കാലഘട്ടങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവർ ഓരോരോ സ്ഥലങ്ങൾ വെച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില റൈറ്റേഴ്സിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ലണ്ടൻ എന്താ പറയുക നഗരമാണെങ്കിൽ ചില റൈറ്റേഴ്സ് വളരെ ഇതായിട്ടുള്ള അയർലൻഡ്, ഐറിഷ് ഇത് പറയുന്നുണ്ട്. ഓക്കെ, സോ
and ചിലവർ കാലഘട്ടത്തെ റെപ്രസെന്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ. സോ ദ പ്രൊട്ടഗോണിസ്റ്റ് ക്രിസ്റ്റി മെഹോൺ ഹു ഗെയിൻസ് ഫെയിം ബൈ ക്ലെയിമിംഗ് ടു ഹാവ് കിൽഡ് ഹിസ് ഫാദർ എക്സ്പോസസ് തീംസ് ഓഫ് ഐഡന്റിറ്റി, ഹീറോ വർഷിപ്പ് ആൻഡ് സോഷ്യൽ ഹിപ്പോക്രസി ആൻഡ് ദ സെർച്ച് ഫോർ സെൽഫ്ഹുഡ്. ഓക്കെ, ഇനി പോസ്റ്റ് വേൾഡ് വാറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഇപ്പം നമ്മൾ UGC നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എലിസബത്തൻ കാലഘട്ടവും ഷേക്സ്പിയർ ഒക്കെ അധികം ആ ഒരു ഇതൊക്കെ ഓഫ് സീസൺ ആയി. ഇപ്പം കൂടുതലായിട്ടും ഈ ഒരു പോസ്റ്റ് മോഡേൺ അല്ലെങ്കിൽ പോസ്റ്റ് വേൾഡ് വാറിലെ ഡ്രാമയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ പോസ്റ്റ് വേൾഡ് പീരീഡ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലൈക്ക് ഓൾ അബൌട്ട് ദാറ്റ് ഇസ് ഷിഫ്റ്റഡ് ഫ്രം ടുവേർഡ് എക്സ്പ്ലോറിംഗ് ഏലിയനേഷൻ, ആങ്കർ, ആങ്സൈറ്റീസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ആർ റാപ്പിഡ്ലി ചേഞ്ച് ടു സൊസൈറ്റി. അതായത് ഓരോ കാലഘട്ടം തോറും മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെക്കുറിച്ചും സമൂഹത്തിലെ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു പോസ്റ്റ് വേൾഡ് വാർ പീരീഡ് എന്ന് പറഞ്ഞത്. ജോൺ ഓസ്ബോണിന്റെ ലുക്ക് ബാക്ക് ഇൻ ആങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് അതിന് ഏറ്റവും വലിയൊരു ഇതാണ്. അതിൽ കാരണം അത് പറയാനുള്ളൊരു കാരണം അതിൽ അവിടെ ഇതാക്കുന്ന ഒരു ആംഗ്രി യങ് മെൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു മൂവ്മെന്റ് ഉണ്ട്. അതായത് അന്ന് കാലത്തെ ചെറുപ്പക്കാർ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ, മിഡിൽ ക്ലാസ്സിലെ അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്സിലെ വർക്കിംഗ് ക്ലാസ്സിലെ ആൾക്കാരെ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് ഈ ജോൺ ഓസ്ബോണിന്റെ വർക്ക്സിലൊക്കെ, അതായത് എസ്പെഷ്യലി ലുക്ക് ബാക്ക് ഇൻ ആങ്കറിലൊക്കെ പറയുന്നത്. അതിൽ ജിമ്മി പോർട്ടർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിന്റെ ഇമോഷണൽ ഫ്രസ്ട്രേഷൻസും ക്ലാസ് റിസെന്റ്മെന്റും ഡിസല്യൂഷൻമെന്റും ഒക്കെയാണ് നമ്മൾ ആ ഒരു വർക്കിലൂടെ കാണാൻ പറ്റുന്നത്. ഇനി ദ പ്ലേസ് ഡൊമസ്റ്റിക് സെറ്റിംഗ് ആൻഡ് ഇന്ത്യൻസ് ക്യാരക്ടർ കോൺഫ്ലിക്ട് ഹൈലൈറ്റ് ദ എംപ്റ്റിനെസ്, സ്റ്റാഗ്നേഷൻ ആൻഡ് ദ സൈക്കോളജിക്കൽ ടോമയിൽ ഓഫ് ദ യങ്ങർ ജനറേഷൻ. അല്ലെ, വളരെ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെയാണ് എവിടെ ഡിസ്കസ് ചെയ്ത് ജോൺ ഓസ്ബോണിന്റെ ലുക്ക് ബാക്ക് ഇൻ ആങ്കർ. അന്ന് അവിടെ ഡിഫൈൻ ചെയ്തൊരു മൂവ്മെന്റിന്റെ പേരെന്താണ്? ആംഗ്രി യങ് മെൻ മൂവ്മെന്റ്. നമുക്ക് എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, സോ ഇനി സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ എക്സിസ്റ്റൻഷ്യലിസത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത്, അബ്സേർഡിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത്, നത്തിങ്നെസ്സിനെ ഒരു ഹോളോ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വർക്കാണ് സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കൺവെൻഷൻസിനെയും ബ്രേക്ക് ചെയ്ത്, ആസ് യു നോ എലിസബത്തൻ ഡ്രാമയുടെ കേസിൽ വരുന്ന സമയത്ത് ഫ്രം അരിസ്റ്റോട്ടിലിന്റെ പല ആക്ഷൻസും ഇതും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഷേക്സ്പിയർ വർക്ക്സ് എഴുതിയിട്ടുള്ളത്. അത് ഏകദേശം ആ കാലഘട്ടത്തിലെ എല്ലാ എഴുത്തുകാരും ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അവർ പറഞ്ഞ അതേ രീതി, അതായത് യൂണിറ്റി ഓഫ് ആക്ഷൻ, യൂണിറ്റി ഓഫ് ടൈം, യൂണിറ്റി ഓഫ് പ്ലേസ് എന്നുള്ള മൂന്ന് എന്താ പറയുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ടാണ് അവരെല്ലാവരും അവരുടെ ഡ്രാമാസ് എല്ലാം അല്ലെങ്കിൽ പ്ലേസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ യൂണിറ്റി ഓഫ് ആക്ഷനും പ്ലോട്ടും ക്യാരക്ടറും ഡെവലപ്മെന്റിനെ എല്ലാം പൊളിച്ചെഴുതിക്കൊണ്ടാണ് സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ വരുന്നതെന്നാണ് പറയുന്നത്. റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് ഓഫ് വാൽഡിമർ ആൻഡ് ഈസ്ട്രോജൻ ആസ് ദ വെയിറ്റ് endlessly for the mysterious ഗോദോ. Beckett expressed this existential themes of absurdity, meaninglessness, time, uncertainty, and the human condition itself. Together, these 9 plays trace the extraordinary journey of British drama from the moral and the philosophical crisis of the Renaissance, the poetic beauty and the psychological depth of Shakespeare, the satirical sharpness of Johnson, the cultural nationalism of Synge, the social criticism of Shaw, the spiritual introspection of Eliot, to the post-war realism of Osborne and the existential modernism of Beckett. So each playwright not only reflects the concerns of their era but also reshapes the stage with new ideas, forms and styles, making British drama one of the richest literary tradition in world എന്നാ പറയുന്നത്. ഓക്കെ, സോ ഇത്രയും റൈറ്റേഴ്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവർ ഓരോരുത്തരെയും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആസ് എ ഹോൾ നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ ബ്രിട്ടീഷ് ഡ്രാമ എന്ന് പറഞ്ഞിട്ടുള്ള ഇഗ്നോയുടെ MEG-02 പഠിക്കുന്ന എല്ലാ റൈറ്റേഴ്സിനെ അവരുടെ വർക്ക്സിനെ കുറിച്ചും നമ്മളൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്നു ഫസ്റ്റ് 15 minutes. ഓക്കെ, സോ യു ഗൈസ് ആർ ക്ലിയർ. നിങ്ങൾ 2-3 പേരൊക്കെ ലൈവ് കാണുന്നുണ്ട്. വൈ ഡോണ്ട് യു ഗൈസ് സെൻഡ് എ മെസ്സേജ് ടു മീ? എന്തെങ്കിലും ഒരു മെസ്സേജ് കാണുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ, എന്തെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്കിനി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് വിതൗട്ട് എനി ഫർദർ ഡിലേ നമുക്ക് 1 മണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ. സോ ക്രിട്ടിക്കൽ കമൻറ്റ്സ് ഓൺ എനി 4 passages. നിങ്ങൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. സോ ഓൾറെഡി നിങ്ങൾ ചില കുട്ടികളുടെ MEG-02 ഫസ്റ്റ് ഇയറിൽ എടുത്തവരുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഒരു പരീക്ഷയൊക്കെ കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്നുള്ളതിനെ കുറിച്ചെല്ലാം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും, റൈറ്റ്? അപ്പം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ടേക്ക് എനി 4 അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. പിന്നെ എമംഗ് 6 ക്വസ്റ്റ്യൻ റൈറ്റ് ഓൺലി 4 എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ക്രിട്ടിക്കൽ കമൻറ്റ്സ് ഓൺ എനി 4 passages എന്നാ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. സോ ദാറ്റ് ഇസ് Galata never does quite like Pygmalion. His relation to her is too good like
to be altogether agreeable എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ബെർണാഡ് ഷോയുടെ പിഗ്മാലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള വർക്കാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻ ബിറ്റ്വീൻ സമ്മൺ സെൻഡ് മി എ ഹായ് ഹിബ ഹസൻ. ഹായ് ഹിബ. ഓക്കെ, സോ ഹിബയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? ഓൾ ക്ലിയർ പറയാം കേട്ടോ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ബെർണാഡ് ഷോയുടെ പിഗ്മാലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രാമയിലെ ലൈനാണ് പറഞ്ഞത്. ഓക്കെ, സോ ദ reference to Galata, Pygmalion's cultured women brought to life highlights how a creator's authority become oppressive. Higgins' relation with Eliza mirrors this myth as he attempts to mold her identity, and according to his own ideals, the godlike role signals a power imbalance. Higgins sees himself as a superior intellectually and socially, assuming the right to transform Eliza without considering her autonomy. Okay, the show exposes the limitation of such patriarchal authority, arguing that no genuine human relationship can thrive under dominance disguised a benevolence എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള പിഗ്മാലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ വർക്കിൽ അദ്ദേഹം ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ തന്നെ അതോറിറ്റി നമ്മൾ എത്രത്തോളം ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഇമ്പോസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ആ റിലേഷൻഷിപ്പിൽ യാതൊരു ബെനവലൻസും ഉണ്ടാവില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കാണിക്കുന്ന ഒരു ലൈനാണ് ആക്ച്വലി ഈ ഒരു പിഗ്മാലിയൻ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ പറയുന്നത്. ഓക്കെ, സോ ഗലേറ്റ ഡിസ്ലൈക്ക് സിഗ്നിഫൈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ആൻ awakened consciousness. Similarly, Eliza rejects Higgins' emotional detachment and arrogance once she discovers her own agency. The passage ultimately critiques social engineering and the myth of the male creator, suggesting that independence is most vital than gratitude to one's maker എന്ന് പറയുന്നുണ്ട്. Okay, so this passage is talking about that particular work. ആരുടെ വർക്കാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്? പർട്ടിക്കുലർലി ബെർണാഡ് ഷോയുടെ പിഗ്മാലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള വർക്കാണ് നമ്മളിതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ബെർണാഡ് ഷോനെ കുറിച്ച് അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള റൈറ്ററിനെ കുറിച്ച് എഴുതണോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇതിൽ നമ്മൾ ബെർണാഡ് ഷോനെ റെപ്രസെൻറ്റ് ചെയ്യണോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ബെർണാഡ് ഷോനെ കുറിച്ച് പറയുന്ന സമയത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള അതാണ്. അദ്ദേഹം ഡബ്ലിൻ അയർലൻഡിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഹി വാസ് ആക്ച്വലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹെൻറി ഗിബ്സൺ, വെരി ഫേമസ് ഡ്രമറ്റിസ്റ്റ്. അതുപോലെ തന്നെ ചാൾസ് ഡിക്കൻ, നീഷെ, കാൾ മാർക്സ് പോലുള്ളവരിൽ നിന്നൊക്കെയാണ് അദ്ദേഹം കൂടുതലായിട്ടും ഇതായിരുന്നത്. ഐറിഷ് പ്ലേ റൈറ്റ് എന്നുള്ളത് അങ്ങനെയാണ് അദ്ദേഹത്തിന് കൂടുതലായിട്ടും അറിയപ്പെടുന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഹി ആക്ച്വലി വിന്നർ പ്രൈസ് ഫോർ നോബൽ പ്രൈസ് വിന്നറാണ് 1925 ആര് ബെർണാഡ് ഷോ ഫോർ ലിറ്ററേച്ചർ. ആൻഡ് ഹി റോട്ട് മോർ ദാൻ 60 പ്ലേസ്, ഏകദേശം 60ഓളം പ്ലേസ് എഴുതിയിട്ടുണ്ട്, ബെർണാഡ് ഷോ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക് ഒന്ന് ഈ പിഗ്മാലിയൻ വിച്ച് വാസ് റിട്ടൺ ഇൻ 1913 എഴുതിയ വർക്കാണ്. ആൻഡ് 1902 അദ്ദേഹത്തിന്റെ മറ്റൊരു ഫേമസ് വർക്ക് ആയിട്ടുള്ള മാൻ ഇൻ സൂപ്പർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് വരുന്നത്. ആൻഡ് സെയിന്റ് ജോൺ 1923 എന്ന് പറഞ്ഞിട്ടൊരു വർക്ക് ഉണ്ട്. എപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു എലമെന്റ് ഓഫ് റൈറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടംപററി സറ്റയറും ഹിസ്റ്റോറിക്കൽ അലിഗറിയും ഇതിനാണ് അദ്ദേഹം കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഈ രണ്ട് രീതിയിലാണ് അദ്ദേഹം കൂടുതലായിട്ടും എഴുതാറ്. പിന്നെ ഓക്കെ, സോ അതാണ് അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, സോ ഏകദേശം ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഒരുപാട് വർക്ക്സ് എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. ഫുൾ ലെങ്ത് പ്ലേസ് ഉണ്ട്, അഡാപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് പ്ലേസ് ഉണ്ട്, അങ്ങനെ കുറേ എണ്ണം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ആരെ കുറിച്ച് പറയാനുള്ളത്? ബെർണാഡ് ഷോനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഹിബ പറഞ്ഞിട്ടുണ്ട്, യെസ് മാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിന്റെ വലുപ്പം 100 വേർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് എഴുതിയാൽ മതി, ഇപ്പൊ ഇത്രയൊക്കെ എഴുതിയാൽ മതി. നേരെ മറിച്ച് ഇതേ ക്വസ്റ്റ്യൻ എസ്സേ ക്വസ്റ്റ്യനിലേക്കൊക്കെ വരുന്ന സമയത്ത് ആദ്യം യു ഷുഡ് റൈറ്റ് അബൌട്ട് റൈറ്റേഴ്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൂടുതലായിട്ടും 2, 3, 4 പാരഗ്രാഫ് ഒക്കെ എടുക്കുക, ഒരു കൺക്ലൂഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് എസ്സേക്ക് കൂടുതലായിട്ടും മാർക്സ് കിട്ടാൻ സാധ്യത. ഓക്കെ, ഐ എം ഇൻ ദ ഫയർ. അടുത്ത ക്വസ്റ്റ്യൻ, ഐ എം ഇൻ ദ ഫയർ ആൻഡ് ഐ എം ബേണിംഗ് ആൻഡ് ഓൾ ഐ വോണ്ട് ഇസ് ടു ഡൈ, ബട്ട് വാട്ട് ഡസ് ഇറ്റ് മാറ്റർ, ദിസ് ഇസ് വാട്ട് ഹി വോണ്ടഡ് ഫ്രം മീ. ഓക്കെ, സോ ലുക്ക് ബാക്ക് ഇൻ ഏങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള വർക്കില് ഒരു ലൈനാണ് ഇത് പറയുന്നത്. It was written by John Osborne, right? This cry of anguish reflects deep psychological torment experienced by Jimmy Potter's wife Allison in Look Back in Anger. Okay, I am in the fire and I am burning, all I want is to die. അപ്പോൾ വളരെ മോശം സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണിത്. വിച്ച് ഇസ് നൺ അതർ ദാൻ ജിമ്മി പോട്ടറുടെ വൈഫായിട്ടുള്ള ആലിസൺ എന്നുള്ള ക്യാരക്ടർ പറയുന്നതാണ്. സോ ദ ഇമേജറി
fear of burning such as emotional suffocation, okay, within a turbulent marriage. Okay, അതായത് I am burning, I am in a fire എന്നൊക്കെ പറയുന്നത് എന്തിനെ ആക്ച്വലി സജസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമോഷണൽ സഫക്കേഷൻ, നമ്മൾ വല്ലാതെ പൊറുതി മുട്ടുന്ന ഒരു സാഹചര്യം, ഒരു കല്യാണത്തിൽ, ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ if one person is suffering more, അവർ അനുഭവിക്കുന്ന ഒരു ഇമോഷണൽ സഫക്കേഷൻ ഉണ്ടല്ലോ, അതിനെയാണ് ഇവരിവിടെ മെറ്റഫറിക്കലി ഐ ആം ഇൻ എ ഫയർ അല്ലെങ്കിൽ ഐ ആം ബേണിംഗ് എന്ന് പറയുന്നത്. സോ ജിമ്മീസ് അഗ്രസീവ് പ്രൊവക്കേറ്റീവ് നേച്ചർ ക്രിയേറ്റ്സ് ആസ് എൻ അറ്റ്മോസ്ഫിയർ where Allison feels constantly scorched by his bitterness, class frustration, verbal cruelty. നമ്മൾ പലരും നമ്മളിപ്പോൾ ഡെയിലി ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്, മാരിറ്റൽ ലൈഫിൽ ഉണ്ടാകുന്ന വളരെ മോശം അവസ്ഥ, ഒരാളുടെ സ്വഭാവ ദൂഷ്യം കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം അല്ലെ. നമ്മൾ ഡേ ടു ഡേ ലൈഫിലും ഇപ്പൊ നമ്മൾ മീഡിയാസിലൊക്കെ ഒരുപാട് അങ്ങനത്തെ ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്, റിയൽ ലൈഫ് ഇൻസിഡൻസ് കാണാറുണ്ട്, സിനിമയിലും സീരിയലുകളിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ കാണാറുണ്ട്. സോ ഇവിടെ ജിമ്മി പോർട്ടർ ആണ് ക്യാരക്ടർ. ആരാണ് അനുഭവിക്കുന്നത്? വൈഫായിട്ടുള്ള ആലിസൺ ആണ് അതാക്കുന്നത്. എന്തൊക്കെ രീതിയിലാണ് അവര് ഇവരെ ഉപദ്രവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ക്ലാസ് ഫ്രസ്ട്രേഷൻ, വെർബൽ ന്യൂയിസൻസ് ഒക്കെ അയാൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ദ ഫ്രേസ് "this is what he wanted from me" reveals Jimmy's destructive approach to intimacy. He wants emotional intensity, even pain, believing that suffering is a proof of authenticity. Osborne portrays how the post-war angry young man projects his disillusionment onto personal relationship. Allison becomes the casualty of Jimmy's existential rage, and this passage highlights the play's central conflict between emotional need and emotional violence, illustrating how love, when twisted by resentment, becomes a consuming fire rather than a refugee എന്ന് പറയും. ഓക്കെ, സോ ഈ പാസേജ് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ദ പ്ലേ സെൻട്രൽ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഇമോഷണൽ നീഡ്, അതായത് ഈ പാസേജ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആ ഒരു ഇമോഷണൽ നീഡിൻ്റെയും ഇമോഷണൽ വയലൻസിൻ്റെയും ഇടയിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ആക്ച്വലി പറയുന്നത്. ഇല്ലുസ്ട്രേറ്റിംഗ് ഹൗ ലവ് വെൻ ട്വിസ്റ്റഡ് വിത്ത് റിസെൻമെന്റ് ബിക്കംസ് എ കൺസ്യൂമിങ് ഫയർ റാദർ ദാൻ ദ റെഫ്യൂജി. നമ്മൾ ഒരു വ്യക്തിയോടുള്ള നമ്മളൊരു സ്നേഹം എന്ന് പറയുന്നത് നമ്മളത് കാണിക്കാൻ പല രീതികളുണ്ട്. പക്ഷെ ഇവിടെ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ജിമ്മി പോർട്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടർ വൈഫിനോട് കാണിക്കുന്നത് എന്താണ്, അതാണ് ആക്ച്വലി പറയുന്നത്. അപ്പൊ ഈ ലൈൻ ആരാ പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് വേണം നിങ്ങൾക്കൊരു ഐഡിയ വേണം. സോ ഇൻ ബിറ്റ്വീൻ സമ്മൺ സെഡ് ഹായ് കൃഷ്ണേന്ദു, ഹായ് കൃഷ്ണേന്ദു. ഓക്കെ, സോ അപ്പൊ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഹിബയ്ക്ക് മനസ്സിലായില്ലേ? കൃഷ്ണേന്ദുവിന് മനസ്സിലായില്ലേ? ബാക്കി റെസ്റ്റ് ഓഫ് ദ 3 people യു ഗൈസ് ഗോട്ട് ഇറ്റ്? ഓക്കെ, സോ അതാണ് നമ്മൾ അതിൽ പറയുന്നത്. ഇനി അതിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഈ ആംഗ്രി യങ് മെൻ മൂവ്മെന്റ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ. അടുത്തത് വിത്ത് the base fracas of medicine still you increase your friends എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ് ഇത്. ആക്ച്വലി എവിടെ നിന്നാണ്? ബെൻ ജോൺസന്റെ ദ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലെ ലൈനാണ് ആക്ച്വലി. സോ ദിസ് ലൈൻ മോക്സ് ദ ഫ്രോഡുലന്റ് പ്രാക്ടീസസ് ഓഫ് ഫേസസ് ആൻഡ് അസോസിയേറ്റ് ദ ഫ്രേസ് base fracas of your medicine. The conman astonishingly increase friends, okay, friends, and drawing more victims into their schemes. Johnson uses sharp satire to expose human foolishness and greed. Okay, ബെൻ ജോൺസനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അഗെയിൻ ഷേക്സ്പിയറിയൻ കണ്ടംപററി ആണ്, ആ കാലഘട്ടത്തിൽ എഴുതിയ എലിസബത്തിയൻ കാലഘട്ടത്തിലുള്ള വ്യക്തിയാണ്. സോ ഈ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് വിച്ച് ആക്ച്വലി പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സറ്റയർ ആണ് ഇവിടെ ആക്ച്വലി പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ സറ്റയർ ടു എക്സ്പോസ് ഹ്യൂമൻ ഫൂളിഷ്നെസ് ആൻഡ് ഗ്രീഡ്, ആ രണ്ട് ഇതിനെ സറ്റയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. സോ ദ പാസേജ് ക്രിട്ടിക്സ് ബോത്ത് ദ ഷാർലൻസ് ആൻഡ് ദ സൊസൈറ്റി ദാറ്റ് എനേബിൾസ് ദം. പീപ്പിൾ സീക്ക് cures, magical transformation and material gain without labor, making them willing participants into deception. Johnson's comedy operates through exaggeration, irony, and moral criticism. The line thus underscores a central theme: corruption thrives not only because of the trickster's cleverness, but also due to the public's cruelty. The alchemists promise impossible results: wealth, youth, success, mirroring Jacobean society obsession with fortune and advancement. Johnson's ultimately warns against the blind trust in false authorities. Okay, അപ്പോൾ നമ്മൾ ആ ഒരു സറ്റയർ ആണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സോ ജോൺസന്റെ കോമഡി ആക്ച്വലി എക്സാജുറേഷനിലൂടെ, ഐറണിയിലൂടെ, മോറൽ ക്രിറ്റിസിസത്തിലൂടെയാണ് അദ്ദേഹം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഡ്രാമയാണെങ്കിലും നോവലാണെങ്കിലും
മോസ്റ്റ്ലി പ്രോസ് വർക്കുകളെല്ലാം പോയിട്രി ആണെങ്കിലും എല്ലാം അവർ ക്രിറ്റിസിസം ആണ്, സറ്റയർ ആണ് എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർ സമൂഹത്തിന് ഏതെങ്കിലും രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവിടുത്തെ ഗവേണിംഗ് സിസ്റ്റത്തിന് ഏതെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ തോട്ട് ഓഫ് ദ പീപ്പിൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സറ്റയർ എന്ന് പറയുന്നത് ആക്ച്വലി ഇതുപോലുള്ള കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു രീതിനെയാണ് നമ്മൾ ആക്ച്വലി സറ്റയർ എന്ന് പറയുക. അപ്പോൾ ഇവിടെ കറപ്ഷനെ കുറിച്ച് പറയുന്നു, പബ്ലിക് ക്രൂഡലിറ്റിയെ കുറിച്ച് പറയുന്നു, ഇതിനെല്ലാം അദ്ദേഹം സറ്റയർ ചെയ്യുന്നത്. ആൻഡ് ആൽക്കമിസ്റ്റ് പ്രോമിസ് ഇംപോസിബിൾ റിസൾട്ട്, വെൽത്ത്, യൂത്ത്, സക്സസ്, അതുപോലെ തന്നെ എക്കോബിയൻ സൊസൈറ്റി, ഒബ്സഷനെ കുറിച്ച്, ഫോർച്യൂൺ ആൻഡ് അഡ്വാൻസ്മെന്റ്. ജോൺസൺ അൾട്ടിമേറ്റ്ലി വാൺസ് അഗെയിൻസ്റ്റ് ബ്ലൈൻഡ് ട്രസ്റ്റ് ഇൻ ഫാൾസ് അതോറിറ്റീസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വെൻ ഓൾ യുവർ ആൽക്കമി ആൻഡ് യുവർ അൽജിബ്ര, യുവർ മിനറൽസ്, വെജിറ്റൽസ് ആൻഡ് ആനിമൽസ്, യുവർ കോൺചറിങ്, കാസിനിങ് ആൻഡ് ഡസൻസ് ഓഫ് ദി ട്രേഡ് could not relieve your corpus with so much linen എന്ന് പറഞ്ഞു. അഗെയിൻ ആൽക്കമിസ്റ്റിലെ വരികളാണ് ഈ പറയുന്നത്. സോ ദിസ് ആക്ച്വലി a grand claims that skill cannot relieve your corpus. ഇത് പറയുന്നത് mention of so much linen which underscore the basic burial needs cannot be met through false science. Johnson exposes human arrogance in believing that knowledge or trickery can overcome fundamental truths like death. The tone mixes humor and moral gravity, showing how greed blinds individual to reality. Ultimately, the passage demonstrates Johnson's broader satirical purpose to portray the collapse of illusion when confronted with the immutable truths എന്ന് പറയുന്നു. Okay, so that is called as ഇതിൻ്റെ അതേ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സിമിലർ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് എഴുതാനില്ല, ഏതെങ്കിലും എനി ഫോർ എന്നുള്ള രീതിയിൽ ഇവിടെ ആക്ച്വലി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇതിലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി പറയുന്നുണ്ട്. ഹാവ് യു നോട്ട് മോഡസ്റ്റി, നോ മെയ്ഡൻ ഷെയിം, നോ ടച്ച് ഓഫ് ബാഷ്ഫുൾനെസ്, വാട്ട് വിൽ യു ടിയർ ഇംപേഷ്യന്റ് ആൻസേഴ്സ് ഫ്രം മൈ ജെന്റിൽ ടങ് എന്ന് പറയുന്നുണ്ട്. ഇത് ആരുടെ വർക്കാണ്? മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഷേക്സ്പിയറിയൻ വർക്കാണ്. സോ ഷേക്സ്പിയറിയൻ കോമഡിയാണ് മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം എന്ന് പറയുന്നത്. സോ ദിസ് പാസേജ് റിഫ്ലെക്ട്സ് എലിസബത്തിയൻ ഐഡൽസ് ഓഫ് ഫെമിനൈൻ ബിഹേവിയർ എന്നുള്ളത് പറയുന്നത്. സോ ഹിയർ ഹെലേന ക്വസ്റ്റ്യൻസ് ഹെർമിയ സഡൻ അഗ്രഷൻ ആൻഡ് എക്സ്പെക്ടിങ് മോഡസ്റ്റി ആൻഡ് മെയ്ഡൻ ഷെയിം ആസ് നാച്ചുറൽ ട്രേറ്റ്സ്. ഓക്കെ, സോ ഇവിടെ ഷേക്സ്പിയർ യൂസ് ചെയ്യുന്നത് എന്താണ്? എക്സ്പ്ലോർ ദ കെയോസ് ആൻഡ് കോസ്ഡ് ബൈ ദ മാജിക്കൽ ഇൻഡിഫറൻസ് ഇൻ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. അതിലുണ്ടാകുന്ന ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന കെയോസിനെ കുറിച്ചും മാജിക്കൽ ആയിട്ടുള്ള ഇൻഡിഫറൻസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ആര് പറയുന്നത്? ഷേക്സ്പിയർ പറയുന്നത്. സോ കുറച്ച് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എംഫസൈസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് എങ്ങനെയാണ് സോഷ്യൽ എക്സ്പെക്ടേഷൻസിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഫ്രേസ് ടിയർ ഇംപേഷ്യന്റ് ആൻസേഴ്സ് ഫ്രം മൈ ജെന്റിൽ ടങ് ഷോസ് ഹെലേന ഷോക്സ് ദാറ്റ് ലവേഴ്സ് ഹാർമണി ഹാസ് ടേൺഡ് ഇൻ ടു ഹോസ്റ്റാലിറ്റി. ദ എംഫസിസ് ഓൺ മോഡസ്റ്റി ഓൾസോ റിവീൽസ് ജെൻഡർ നോംസ് ദാറ്റ് റെസ്ട്രിക്ട്സ് വിമൻസ് ഇമോഷണൽ എക്സ്പ്രഷൻ. ഷേക്സ്പിയർ subtly critiques these ideals, showing how passion heightened by the love Jews destabilizes rigid expectation. The scene blends comedy with emotional intensity, illustrating how misunderstanding magnify insecurity and jealousy എന്ന് പറയുന്നുണ്ട്. Okay, so these are the some few things about Midsummer Night's Dream എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിലെയാണ് നമ്മൾ ആ ഒരു ബ്ലോക്കിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അഗെയിൻ ഞാനതിൽ കൂടുതൽ പറയാത്തത് ഇവിടെ പറയാനുള്ളത് കൊണ്ടാണ്. കമൻറ്റ് ഓൺ ദ യൂസ് ഓഫ് ദ പ്ലേ വിത്തിൻ ദ പ്ലേ. മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ ഒരു പ്ലേ വിത്തിൻ ദ പ്ലേ എന്നുള്ളൊരു ഒരു ഫാക്ടർ ഉണ്ട്. അതായത് നാടകത്തിൻ്റെ ഉള്ളിൽ ഒരു പ്ലേൻ്റെ ഉള്ളിൽ ഒരു പ്ലേ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ പൈറോമസ് ആൻഡ് തിസ്ബേ serves a multiple dramatic purpose. First, it actually provides comic relief. The mechanicals, exaggerated acting and the linguistic blunders parody classical tragedy, offering a humorous contrast to the emotional turbulence. Okay, അതുപോലെ തന്നെ Paramus and Thisbe are lovers which is separated by obstacles, but their tragic outcome contrasts sharply with comedy's harmonious ending. Shakespeare uses parody to critique overly sentimental tragedy, suggesting that love's challenges need not result in death. Third, the device comments on the nature of the theatre itself, the mechanical earnest, but the clumsy performance reveals the gap between artistic and intention and execution. Okay, so thus the embedded play become a celebration of dramatic imagination എന്ന് പറയുന്നുണ്ട്. Okay, so finally ഇതിൻ്റെ ഒരു theme of illusion കുറിച്ച് പറയുന്നുണ്ട്. Lovers are deceived by magic and audiences are actually suspended reality while watching fiction എന്ന് പറയും. മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീമിനെ കുറിച്ച് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ക്വസ്റ്റ്യനിൽ ഒന്നും കൂടി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ വിത്തിൻ ദ പ്ലേ എന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ ആക്ച്വലി ചോദിക്കുന്നത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, ഹാംലെറ്റിലെ സോളിലോക്കീസിനെ കുറിച്ച് പറയാൻ പറ്റുന്നുണ്ട്. ഹാംലെറ്റ് എന്നുള്ള വർക്കിനെ കുറിച്ച് നമ്മൾ തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു അല്ലെ, ലൈൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു. ഹാംലെറ്റിലെ സോളിലോക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് സോളിലോക്കീസ് ആർ ആക്ച്വലി, നിങ്ങൾക്ക് അറിയോ എന്താ സോളിലോക്കീസ് എന്ന് പറഞ്ഞാൽ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സോളിലോക്കീസ് എന്താണെന്നുള്ളത്? അതായത് നമ്മൾ പോയിട്രീൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഡ്രാമാറ്റിക് മോണോലോഗ് എന്ന് പറയും. സിമിലർ അല്ല, എന്നാൽ പോലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ആക്ട് ഓഫ് സ്പീക്കിംഗ് oneself അല്ലെങ്കിൽ act of speaking one's thought aloud. Okay, when oneself and regardless of any hearers, especially by a character in a play. അതായത് നമ്മൾ സ്വയം നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ നമ്മളതിന് മലയാളത്തിൽ എന്തോന്ന് പറയല്ലോ, ഒരു ആത്മകഥ അല്ല, ആത്മകഥയല്ല ആക്ച്വലി, നമ്മൾ സ്വയം സംസാരിക്കുക അല്ലെങ്കിൽ സ്വയം കൺഫ്രണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സോളിലോഗീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാംലെറ്റിലെ സോളിലോഗി ആർ ആക്ച്വലി central to the understanding his psychological depth in existential anxiety through them. So Shakespeare reveals Hamlet's introspection as he grapples with grief, betrayal, and moral uncertainty. That this too solid flesh and wood melt എന്ന് പറഞ്ഞാൽ, അപ്പോൾ സോളിലോഗിയിലെ വരികൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എടുത്തെഴുതാം. സോളിലോഗി എക്സ്പ്രസസ് ഡിസ്പയർ ആഫ്റ്റർ ഹിസ് ഫാദേഴ്സ് ഡെത്ത് ആൻഡ് ഹിസ് മദേഴ്സ് ഹേസ്റ്റി റീമാരേജ്. ഓക്കെ, എവിടെയാണ് ഈ സോളിലോഗീസ് എക്സ്പ്രസ് ചെയ്ത് വരുന്നത് ഹാംലെറ്റിൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛൻ്റെ മരണത്തിന് ശേഷം അമ്മയുടെ സഡൻ ആയിട്ടുള്ള റീമാരേജിന് ശേഷം അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് സൈക്കോളജിക്കൽ അപ്പീൽമെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡ്രാമയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലേയിൽ ഈ സോളിലോഗീസിനെ ഷേക്സ്പിയർ എടുത്തു വെക്കുന്നത്. അതിൽ ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള സോളിലോഗിയാണ് ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറഞ്ഞത്. ഓക്കെ, സോളിലോഗി എക്സ്പ്ലോസ് ദ നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ് ആൻഡ് ഡെത്ത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ജീവിച്ചിരിക്കുന്നതിലും അല്ലെങ്കിൽ മരിക്കുന്നതിലും തുല്യം, അതിൻ്റെ ഇടയിൽ എന്തോ ഒരു സ്റ്റേറ്റിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ റാദർ ദാൻ ആക്ടിങ് ഇമ്പൾസീവ്ലി, ഹാംലെറ്റ് ക്വസ്റ്റ്യൻ ദ എത്തിക്സ് ഓഫ് റിവെഞ്ച്. ഓക്കെ, സോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്പൾസീവായിട്ട് കാര്യങ്ങൾ ആക്ട് ചെയ്യുന്നതിന് പകരം ഒരു റിവെഞ്ചിലൂടെ അവൻ അതിനെ ഓവർ തിങ്ക് ചെയ്ത് ഭയങ്കരമായിട്ട് കൊളാക്കും. ആൻഡ് ദാറ്റ് ആക്ച്വലി കണ്ടംപ്ലേറ്റിംഗ് സൂയിസൈഡ് and the fear of the unknown afterlife. Soliloquies also depict his evolving understanding of human weakness as seen in what a rogue and pleasant slave am I. What were he chastised himself for inaction? These moments reveal that Hamlet's delay is not weakness but thoughtful deliberation. His soul-searching elevates him beyond a conventional revenge hero, making him a profoundly modern figure aware of life's contradictions എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഹാംലെറ്റിന്റെ സോളിലോഗി ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫേമസ് ആയിട്ടുള്ള സോളിലോഗി ആയിട്ടുള്ള ടു ബി ഓർ നോട്ട് ടു ബി പോലുള്ളതിന് നിങ്ങൾ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഏതൊക്കെയാണ് സോളിലോഗീസും എന്തിനാണ് സോളിലോഗീസ് എന്നുള്ളതിനെ കുറിച്ചും നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ how important is this soliloquies from Shakespeare's Hamlet. Okay, അപ്പോൾ അതിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിൽ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടില്ല, കണ്ടില്ല. ഇനി അഥവാ ചോദിക്കാൻ സാധ്യത ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്താണ്. ഹാംലെറ്റ് എന്ന് പറഞ്ഞാൽ സൺ ഓഫ് കിങ് ഹാംലെറ്റ് ആൻഡ് നെഫ്യൂ ഓഫ് കിങ് ക്ലോഡിയസ്, ആൻഡ് ഹി ഹാസ് എ ലവ് ഇൻട്രസ്റ്റ് ടു ഒഫീലിയ ആൻഡ് ഫ്രണ്ട് ഓഫ് ഹൊറേഷ്യം. ഓക്കെ, ഇനി അല്ലെ ക്യാരക്ടേഴ്സ്, ഗോസ്റ്റ് എന്നുള്ള ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ റോസൻക്രാൻസ് ആൻഡ് ഗിൽഡസ്റ്റേൺ, ഇവർ രണ്ടുപേരും ആരുടെ ഫ്രണ്ട്സ് ആണ്? ഹാംലെറ്റിന്റെ ഫ്രണ്ട്സ് ആണ്. ക്ലോഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദിസ് ഇസ് കിങ് ഓഫ് ഡെൻമാർക്ക്, ദ മർഡർ ഓഫ് കിങ് ഹാംലെറ്റ്, ഹസ്ബൻഡ് ഓഫ് ക്യൂൻ ജെർട്രൂഡ്, അങ്കിൾ ഓഫ് ഹാംലെറ്റ്. ആൻഡ് പൊളോണിയസ് ഇസ് ആക്ച്വലി ഫാദർ ഓഫ് ലൈറ്റസ് ആൻഡ് ഒഫീലിയ. ഹൊറേഷ്യോ ആണ് ആരുടെ ഫ്രണ്ട്? ഹാംലെറ്റിന്റെ ഫ്രണ്ട്. ഒഫീലിയ ആരാണ്? ലവ് ഇൻട്രസ്റ്റ് ടു ഹാംലെറ്റ്. പൊളോണിയസിന്റെ മകളാണ് ആര്? ഒഫീലിയ എന്ന് പറയുന്നത്. ആൻഡ് ലയറ്റസും ഒഫീലിയും ഇവർ രണ്ടുപേരും സിബ്ലിങ്സ് ആണ്. ഓക്കെ, ജെർട്രൂഡ് എന്ന് പറയുന്നത് മദർ ആണ് കേട്ടോ. ആക്ച്വലി ജെർട്രൂഡ് എന്ന് പറയുന്നത് ആരുടെ മദർ ആണ്? ഹാംലെറ്റിന്റെ മദർ ആണ്. ഓക്കെ, ഇത്രയുമാണ് ഇതിലത്തെ മേജർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഏതിലെ ക്യാരക്ടേഴ്സ്? ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിലെ ക്യാരക്ടേഴ്സ്. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഈ PDF കിട്ടുമല്ലോ, അപ്പോൾ നന്നായിട്ട് നോക്കി പഠിക്കാം. ഓക്കെ, ഇനി മെയിൻ ഹാംലെറ്റ് തീംസ് അത് പറയാതെ പോകാൻ പറ്റില്ല. ചിലപ്പോൾ ഇപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് തീംസ് ഫ്രം ഹാംലെറ്റ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അത് എഴുതാതെ പോയത്. ആക്ഷൻ വേഴ്സസ് ഇനാക്ഷൻ, അതായത് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്
കിങ് ഹാംലെറ്റ് എന്ന് പറയുന്നത്, ഹാംലെറ്റ് എന്ന് പറയുന്നത്. പിന്നെ മോറൽ കോൺഫ്ലിക്റ്റ് ആൻഡ് ജസ്റ്റിഫിക്കേഷൻസ് ഫോർ റിവെഞ്ച്, അതാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഡിസെപ്ഷൻ ആൻഡ് ഹിഡൻ മോട്ടീവ്സ് എമംഗ് ദ ക്യാരക്ടേഴ്സ് ആൻഡ് വിമൻസ് റോൾസ് എന്തൊക്കെയാണ്, എക്സാമിനേഷൻ ഓഫ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആൻഡ് സൊസൈറ്റൽ പെർസെപ്ഷൻസ്, ഈ പറഞ്ഞ ഒഫീലിയയുടെ ക്യാരക്ടേഴ്സ് എല്ലാം അതിൽ പെടുന്നുണ്ട്. ആൻഡ് ഹിസ്റ്റോറിക്കൽ ആൻഡ് സൊസൈറ്റൽ വാല്യൂസ് വിച്ച് actually insights into Elizabethan society and morality. ആ ഒരു കാലഘട്ടമാണല്ലോ പർട്ടിക്കുലർലി എലിസബത്തൻ സൊസൈറ്റി ആണ് അവിടെ ഷേക്സ്പിയർ പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇൻസൈറ്റും അവിടുത്തെ മൊറാലിറ്റിയും ത്രൂ ഔട്ട് ആയിട്ടും വർക്കിൽ ഈ പ്ലേയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പോർട്രേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പിഗ്മാലിയൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡ്രമാറ്റിക് കോൺസെപ്റ്റ് ഓഫ് ദ ട്രാജിക് ഫ്ലോ ഇൻ എലിസബത്തൻ ട്രാജഡി. ഓക്കെ, എലിസബത്തൻ ട്രാജഡി അതിനെക്കുറിച്ച് പറയണം. സോ ഫ്ലോ ഓഫ് ട്രാജിക് ഫ്ലോ എന്നുള്ളതിനെ കുറിച്ച് പറയണം. ആൻഡ് എലിസബത്തൻ ട്രാജഡിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഷേക്സ്പിയറിയൻ കാലഘട്ടം, ഷേക്സ്പിയറൊക്കെ ഉള്ള നിറഞ്ഞു നിന്ന കാലഘട്ടമാണ് എലിസബത്തൻ പീരീഡ് എന്ന് പറയുന്നത്. എലിസബത്തൻ പീരീഡ് ഇസ് കൺസിഡേർഡ് ആസ് എന്താ പറയുക, is actually considered as a golden period of English literature എന്നുള്ളതാണ്. And tragic flow, Hermertia, which actually refers to protagonist's inherent weakness that leads to downfall, influenced by the Aristotelian principle. Playwrights like Shakespeare imbued their heroes with noble qualities corrupted by excess, and Macbeth's unchecked ambition and transforms bravery into tyranny, illustrating how virtue becomes fatal and when unbalanced. Othello's jealousy and insecurity make him vulnerable to Lagos manipulation. His tragic flows lies not in love but in the fragility of trust. Okay, so നിങ്ങൾക്ക് അറിയാം ട്രാജിക് ഫ്ലോനെ കുറിച്ച് പറയുമ്പോൾ എലിസബത്തൻ ട്രാജഡി നമ്മൾ പറയുന്ന സമയത്ത് ഹെർമേഷ്യ പോലുള്ള ടേംസിനെ കുറിച്ച് നമ്മൾ പറയും, അരിസ്റ്റോട്ടലിനെ കുറിച്ച് നമ്മൾ പറയും. കാരണം അരിസ്റ്റോട്ടലിന്റെ ട്രാജഡിയെ കുറിച്ച് നമുക്കറിയാം. ഇവൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരിസ്റ്റോട്ടലിന്റെ പല ഫാക്ടേഴ്സും ആര് ഫോളോ ചെയ്തിട്ടുണ്ട്, ഷേക്സ്പിയർ ഫോളോ ചെയ്തിട്ടുണ്ട്, റൈറ്റ്. അപ്പോൾ ഒബ്വിയസ്ലി ഷേക്സ്പിയറിൻ്റെ വർക്ക്സിലും ആ കാര്യങ്ങളെല്ലാം ഉണ്ട്. മാക്ബത്തിൻ്റെ അൺചെക്ഡ് അംബിഷൻസ്, അതുപോലെ തന്നെ ഒഥല്ലോയുടെ ജലസി, ഹാമിൽറ്റിൻ്റെ സഡൻ ഡൗൺഫോള്, ഫ്ലോ എന്നുള്ളത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള എലിസബത്തൻ ട്രാജഡി അല്ലെങ്കിൽ ഷേക്സ്പിയറിൻ്റെ വർക്ക്സിലെ എല്ലാ ട്രാജിക് വർക്കിലും ഇപ്പോൾ ഒഥല്ലോ ആവട്ടെ, മാക്ബത്ത് ആവട്ടെ, ഹാംലെറ്റ് ആവട്ടെ, കിങ് ലിയർ ആവട്ടെ, ഈ പറഞ്ഞ എല്ലാ വർക്ക്സിലും എല്ലാ മേജർ ക്യാരക്ടേഴ്സിനും അല്ലെങ്കിൽ അത് അവിടുത്തെ പ്രൊട്ടഗോണിസ്റ്റുകൾക്കും ഈ പറഞ്ഞൊരു ട്രാജിക് ഫ്ലോ ആര് കൊടുത്തിട്ടുണ്ട്, ഷേക്സ്പിയർ കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു ഹ്യൂമൻ എലിസബത്തൻ അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഇത് പോർട്രേ ചെയ്യണം അവിടെ. സോ ദ പ്രൊട്ടഗോണിസ്റ്റ് പോൾസ് ഇവോക്സ് പിറ്റി, ഫിയർ പോലുള്ള കാര്യങ്ങളാണ് ആക്ച്വലി ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കുന്നത്. ആൻഡ് ദാറ്റ് റീഇൻഫോഴ്സിങ് ദ ഐഡിയ ദാറ്റ് ഗ്രേറ്റ്നെസ് ആൻഡ് ദ വൾണറബിലിറ്റി ഓൾവേസ് കോഎക്സിസ്റ്റ്. ദ ട്രാജിക് ഫ്ലോ thus becomes a dramatic tool to explore the psychological depth, ethical conflict and the inexorable movement towards catastrophe in Renaissance drama എന്ന് പറയും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഡ്രാമാറ്റിക് കോൺസെപ്റ്റ് ഓഫ് ദ ട്രാജിക് ഫ്ലോ എന്നുള്ളത് പറയുന്നത്. അതിൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഷേക്സ്പിയറിയൻ ട്രാജഡി, ഒരു ഷേക്സ്പിയറിൻ്റെ ട്രാജിക് ഹീറോ എങ്ങനെയായിരിക്കും, ഹൈ സോഷ്യൽ റാങ്ക് ഉള്ളവരായിരിക്കും. അതായത് ഇപ്പോൾ മാക്ബത്തിനൊക്കെ പോലെ സംബന്ധിച്ചിടത്തോളം, കിങ് ഹാംലെറ്റിനെ സംബന്ധിച്ചിടത്തോളം, കിങ് ലിയറിനെ സംബന്ധിച്ചിടത്തോളം, ഇവരെല്ലാവരും സമൂഹത്തിൽ ഹൈ സോഷ്യൽ റാങ്കിലുള്ള ആൾക്കാരായിരിക്കും. ഷേക്സ്പിയറിയൻ ട്രാജഡിയിലെ ട്രാജിക് ഹീറോസിൻ്റെ ക്യാരക്ടർ, ട്രാജിക് ഫ്ലോ ഉണ്ടാകും അവർക്ക്, ഒരു എറർ ഇൻ ജഡ്ജ്മെന്റ് അവർക്ക് ഉണ്ടാകും. ആൻഡ് സഫേഴ്സ് കംപ്ലീറ്റ് ruin or death. Okay, so faces his or her downfall with courage and dignity, integrity and sincerity and confidence. Okay, ഇനി ലുക്ക് ബാക്ക് ഇൻ anger and the angry young man, അതാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്, എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ജിമ്മി പോർട്ടറിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു, അലിസൺ എന്നുള്ള വൈഫിന്റെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ജോൺ ഓസ്ബോണിന്റെ ലുക്ക് ബാക്ക് ഇൻ ഏങ്കർ എന്ന് പറയുന്നത് ഒരു ആംഗ്രി യങ് മാൻ മൂവ്മെന്റ് റിഫ്ലക്ട് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ്. സോ ജിമ്മി പോർട്ടർ എംബഡീസ് ദ ഫ്രസ്ട്രേഷൻസ് ഓഫ് ദ എഡ്യൂക്കേറ്റഡ് ബട്ട് എക്കണോമിക്കലി മാർജിനലൈസ്ഡ് യൂത്ത്. His anger stems from social stagnation, class barriers and sense of purposelessness in a changing England. Jimmy rejects the complacency of the middle class, criticizing their emotional sterility and moral detachment.
ഓക്കെ, സോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് ജിമ്മി റിജക്റ്റ് ചെയ്യുന്നു ആൻഡ് ഹിസ് കോൺസ്റ്റന്റ് ഔട്ട്ബേസ്റ്റ് അഗെയിൻസ്റ്റ് പൊളിറ്റിക്സ് ആൻഡ് ക്രിട്ടിസൈസിങ് ദെയർ ഇമോഷണൽ സ്റ്റെറിലിറ്റി ആൻഡ് മോറൽ ഡിറ്റാച്ച്മെന്റ്. ഹിസ് കോൺസ്റ്റന്റ് ഔട്ട്ബേസ്റ്റ് അഗെയിൻസ്റ്റ് പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ and relationship represent a broader generational revolt. Allison becomes the emotional battleground where Jimmy Reid plays out, exposing the impact of social frustration on personal life. Okay, personal life il undana social frustration aanu ee parna expose ചെയ്യുന്നതും അത് സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ അല്ലെ വൈഫാണ് ഇവിടെ അനുഭവിക്കുന്നത്, സഫക്കേറ്റ് ചെയ്യുന്നത് വൈഫാണ്. അപ്പം അത് അവിടെ പറയുന്നു. സോ പ്ലേസ് റിയലിസം, കൊളോക്കിയൽ ലാംഗ്വേജ്, ഡൊമസ്റ്റിക് സെറ്റിംഗ് മിറർ എവറി ഡേ സ്ട്രഗിൾസ് ഓഫ് ഓർഡിനറി പീപ്പിൾ. ഓക്കെ, ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാലഘട്ടത്തിലെയും ഓരോ ഡ്രാമയെ കുറിച്ചും ഇവിടെ ഡിസ്കസ് ചെയ്തു. എവല്യൂഷൻ ഓഫ് ഡ്രാമ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് ഡ്രാമ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ എന്താ ഡിസ്കസ് ചെയ്തത്, ഷേക്സ്പിയറിയൻ ട്രാജഡീനെ കുറിച്ച് പറയാം. അപ്പം ഷേക്സ്പിയറിന്റെ ഒരു ട്രാജിക് ഹീറോയും ജോൺ ഓസ്ബോണിന്റെ ജിമ്മി പോർട്ടറേയും നമ്മൾ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. ദർ ഇസ് എ ലോട്ട് മോർ ഡിഫറൻസ്, റൈറ്റ്? കാരണം ഷേക്സ്പിയറിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ എന്താ, ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് എന്താ, ഹൈ സോഷ്യൽ റാങ്ക് ആണ്. ഐദർ ദേ വിൽ ബി എ കിങ് ഓർ പ്രിൻസ് ഓർ ജനറൽ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ എഗെയിൻ നമ്മൾ ഈ ലുക്ക് ബാക്ക് ഇൻ ആങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഓസ്ബോണിന്റെ പ്ലേയിൽ വന്ന സമയത്ത് ജിമ്മി പോർട്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ജിമ്മി പോർട്ടർ ഇസ് സംവൺ ഹൂ ഇസ് വെരി വെരി എന്താ പറയുക കോമൺ പീപ്പിൾ ആണ്, വളരെ കോമൺ ആയിട്ടുള്ള വ്യക്തികളാണ്, സമൂഹത്തിന്റെ താഴേക്കടയിലുള്ള വർക്കിംഗ് ക്ലാസ് പീപ്പിൾ ആണ്. അപ്പൊ ഇവരുടെയൊക്കെ ലൈഫിൽ നടക്കുന്ന, അതായത് ഒരു മിററാണ് ആക്ച്വലി തിരിച്ചു വെച്ചിട്ടുള്ളത് എന്ന് പറയാം. എവറി ഡേ സ്ട്രഗിളിലാണ്, ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പക്ഷെ അവിടെ എന്ന് പറയുമ്പോൾ അരിസ്റ്റോക്രാറ്റിക് പീപ്പിളുടെ ജീവിതമാണ് ആര് പോർട്രേ ചെയ്യുന്നത്, ഷേക്സ്പിയർ പോർട്രേ ചെയ്യുന്നത്. Okay, so Osborne's protagonist through though flawed articulates the anxieties of a generation unable to reconcile its aspiration with societal constraint. Thus the play exemplifies the angry young man ethos through its critique of class, stagnation and emotional repression. Okay, so these are the things angry young man എന്ന് പറയുന്നത്. സോ ആ ഒരു ക്ലാസ് ക്രിറ്റിക്, ഒരു സ്റ്റാഗ്നേഷൻ, ഒരു ഇമോഷണൽ റിപ്രഷൻ എല്ലാം ഓക്കെ, സോ അതെല്ലാം അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള ജിമ്മി പോർട്ടറിന്റെ ഒക്കെ ക്യാരക്ടറായിട്ടാണ്. നമുക്ക് ഒരിക്കലും ഹാംലെറ്റിന്റെ ക്യാരക്ടറായിട്ടൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? കഥകളിലും അതുപോലെ തന്നെ നോവലുകളിലൊക്കെ വായിച്ചിട്ടേ നമുക്ക് ഈ പറഞ്ഞ കിങ്സിനെയും ക്യൂൻസിനെയും ഒക്കെ അറിയുള്ളൂ, റൈറ്റ്? ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വന്നപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പൊ അവിടെ പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ദ ആംഗ്രി യങ് മാൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ? പോസ്റ്റ് വാർ ബ്രിട്ടൻ കാലഘട്ടം 1950 കാലഘട്ടത്തിൽ വന്നാണ് ദ ആംഗ്രി യങ് മാൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ആക്ച്വലി ഒറിജിനലി അപ്ലൈഡ് ടു ജോൺ ഓസ്ബോൺ following the 1956 stage the release of Look Back in Anger, and it is used to characterize novelists of a particular time and mood. Opinionated, socially ambitious main characters, working class background, disillusionment, lack of opportunities for working class. John Osborne, Look Back in Anger, അതുപോലെ തന്നെ ജോൺ ബ്രെയിൻ്റെ റൂം അറ്റ് ദ ടോപ്പ്, അലൻ സിലിറ്റോയുടെ ദ ലോൺലിനെസ് ഓഫ് ദ ലോങ്സ്റ്റ് റണ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്. ഇതൊക്കെയാണ് ആംഗ്രി യങ് മാൻ്റെ മെയിൻ ആയിട്ടുള്ള വർക്ക്സ്. വർക്കിംഗ് ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിനെയാണ് അവർ ആക്ച്വലി പറയുന്നത്. നോവലിസ്റ്റുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം, മൂഡ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ സോഷ്യലി ആംബിഷ്യസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്, മെയിൻ ക്യാരക്ടേഴ്സിനെ അവിടെ അവർ റെപ്രസെന്റ് ചെയ്യാറുമുണ്ട്. ഓക്കെ, ഇനി ഫാഷ്യൽ എലിമെന്റ്സ് ഇൻ ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്. ഓക്കെ, സിഞ്ചിന്റെ പ്ലേ ആണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഫാസ് എമേജ് ത്രൂ എക്സാജറേറ്റഡ് സിറ്റുവേഷൻസ് സച്ച് ആസ് ക്രിസ്റ്റി മെഹൻ പോലുള്ള ക്യാരക്ടേഴ്സിന് ഇവിടെ പറയുന്നു എങ്ങനെയാണ് ഹീറോയിക് സ്റ്റാറ്റസ് അവരെങ്ങനെയാണ് ചെയ്യുന്നത്, ആൻഡ് ഹൗ ആക്ച്വലി ബൈ ക്ലെയിമിംഗ് ഹി കിൽഡ് ഹിസ് ഫാദർ. ഓക്കെ, സോ വില്ലേജേഴ്സ് admiration is absurd, exposing their fascination with rebellion and violence. The comic misunderstandings, rapid entrances and existence, mistaken identities, and heightened dramatic humor. Pagan Mike's romantic idealization of Christie adds to the farce, especially when Christie's father reappears alive, turning the heroic myth into ridicule. Singe uses dialect, witty exchanges, and hyperbolic storytelling to present rustic life in a humorous yet satirical manner. The play mocks the community tendency to glorify sensationalism while ignoring moral truth. Okay, and these partial elements allow Singe to explore themes of identity, heroism, and illusion in a playful yet thought-provoking manner എന്ന് പറയുന്നുണ്ട്.
Okay, so this is actually a playboy of the western world എന്ന് പറഞ്ഞിട്ടുള്ള ജെ.എം. സിഞ്ചിൻ്റെ വർക്ക്. സോ സിഞ്ച് യൂസ് ചെയ്യുന്ന ഡയലക്റ്റുകൾ, അദ്ദേഹത്തിൻ്റെ വിറ്റി എക്സ്ചേഞ്ചുകൾ, പിന്നെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ രീതി, ഹൈപ്പർബലിക് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അത് ഒരു ഏത് രീതിയിൽ ഹ്യൂമറസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ യെറ്റ് സറ്റാരിക്കൽ മാനറിൽ. ഇപ്പം നമ്മൾ രണ്ട് റൈറ്ററിനെ പറഞ്ഞു, ജെ.എം. സിഞ്ചും അതുപോലെ തന്നെ ബെൻ ജോൺസണെ നമ്മൾ പറഞ്ഞു. രണ്ടുപേരും സറ്റയറിനും പോർട്രേ ചെയ്യുകയാണ്. സോ ആൻഡ് ഫാഷണൽ എലിമെന്റ്സിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് വാട്ട് ആർ ദ തീംസ്, എക്സ്പ്ലോറിങ് ദ തീംസ് ഓഫ് ദെയർ വർക്ക്സ് എന്നുള്ളതും കൂടി പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന ദാറ്റ് ഇസ് ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ ട്രാജഡി എ മോഡേണിസ്റ്റ് ഹീറോ എന്ന് പറയും. ഓക്കെ, മാലോയുടെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു അല്ലേ, റിനൈസൻസ് കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു വർക്കാണ്. ട്രാജഡിയെ പോർട്രേ ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഫോസ്റ്റേഴ്സിന്റെ ട്രാജിക്കൽ ഫ്ലോ അതാണ് ആക്ച്വലി ഇവിടെ പറയുന്നത്. പക്ഷെ ആ ട്രാജിക്കൽ ഫ്ലോയിലേക്ക് നയിക്കുന്ന മറ്റു കുറെ ക്യാരക്ടേഴ്സിനെ കുറിച്ചും അവിടെ ആക്ച്വലി പറയുന്നുണ്ട്. ഹിസ് fall follows classical tragic structure, ambition, error, realization and despair. Yet Faustus also anticipates modernist concern. He embodies the individual struggling with meaning, attempting to transcend human limits through knowledge and power. His dissatisfaction with traditional disciplines reflects early modern skepticism. Like the modern hero, Faustus is isolated, driven by inner conflict rather than the external faith. His despair in the final soliloquy shows awareness of the existential emptiness and element central to modern literature. While the play ends in damnation, Faustus' intellectual yearning and psychological complexity making him more than a morality play sinner, and he becomes a tragic symbol of human aspiration exceeding moral boundaries എന്ന് പറയും. ഓക്കെ, സോ ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ ട്രാജഡി ഇതിലൊരു മോഡേണിസ്റ്റ് ഹീറോ ആയിട്ടാണ് ഇവിടെ ആരിനെ റെപ്രസെന്റ് ചെയ്യാൻ പറയുന്നത്, ഈ പറഞ്ഞ പോലെ തന്നെ ഫോസ്റ്റേഴ്സിനെ പറയുന്നത്. എന്താണ് ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സും എങ്ങനെയാണ് അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ട്രാജിക്കൽ ഫ്ലോയും അദ്ദേഹത്തിന് അവിടെ ഉണ്ടാവുന്ന സോളിലോക്കിയും എന്തൊക്കെയാണ് അവിടെയുള്ള കാര്യങ്ങൾ. സോ ഇറ്റ് ഈസ് ആക്ച്വലി an element to central to the modern literature. Okay, so while the play ends in damnation, ഇവർക്ക് അത് അവസാനിക്കുന്നത് ഒരു വളരെതായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്കാണ് അവസാനിക്കുന്നത്. പക്ഷേ ഒരു മൊറാലിറ്റി പ്ലേ സിന്നർ ആണ്, ഒരു ട്രാജിക്കൽ സിമ്പിൾ, ഒരു ഹ്യൂമൻ ആസ്പിറേഷൻ എന്നത് വല്ലാതൊരു ബൗണ്ടറി കടന്നു പോകുമ്പോൾ ഉള്ള ഒരു മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്കിൽ ആര് പറയുന്നത്, ക്രിസ്റ്റഫർ മാർലോ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് എവറിത്തിങ്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഏകദേശം 12ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ 13ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നു. അപ്പം എങ്ങനെയാണ് മിസ് എസ് എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ ഐ വുഡ് ലൈക്ക് ടു സേ യു ദാറ്റ് നല്ല ഒരു ക്ലീൻ പിക്ചർ കൊടുക്കുക ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട്. അതിൽ ആദ്യം റൈറ്ററിനെ കുറിച്ച് എഴുതുക, പിന്നെ ആ റൈറ്റർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ച് എഴുതാം, ഈ ഒരു വർക്ക് ഉള്ള കാലഘട്ടത്തെ കുറിച്ച് എഴുതാം, അതുപോലെ തന്നെ ആ വർക്കിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ട് സമ്മറി കൊടുക്കാം. ഫുൾ സമ്മറി എഴുതി വെക്കരുത്, മാർക്ക് കിട്ടത്തില്ല. എല്ലാ ക്വസ്റ്റ്യനും ഒരു ക്രിട്ടിക്കലി അനാലിസിസ് പോലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവൻ എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കാം. അതായത് ഇപ്പൊ ഇവൻ ക്യാരക്ടറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റ് എലമെന്റ്സിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് പറയാം. ഇനി സമ്മറിക്ക് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ആൻഡ് വർക്കിനെ കുറിച്ച് പറയാം, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് കൺക്ലൂഡ് ചെയ്യാം. അങ്ങനെ 3, 4, 5 പാരഗ്രാഫ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ എസ്സേസ് എഴുതാൻ ശ്രമിക്കുക. പിന്നെ ആദ്യം കാണിച്ച ക്വസ്റ്റ്യൻസ്, ലൈൻസ് എന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ്, അനോട്ടേഷൻ പോലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മേക്ക് ഇറ്റ് ഇൻ 100 or 150 വേർഡ്സ് അക്കോർഡിംഗ്ലി അവിടെ പറഞ്ഞ പോലെ തന്നെ എഴുതുക. ഓക്കെ, എസ്സേ ഇപ്പോൾ എത്ര പേജാണ് നിങ്ങൾ എസ്സേ എഴുതണമെന്ന് ചോദിച്ചാൽ ഒരു 15 മാർക്കിൻ്റെ എസ്സേ ഒക്കെ ആണെങ്കിൽ you should write in 2.5-3 pages. Okay, 20 marks ആണെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ 3.5 pages ഒക്കെ നിങ്ങൾക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. സോ ഐ ഹോപ്പ് യു ഗൈസ് ആർ ക്ലിയർ. ഇപ്പോൾ കുറേ ഡിസ്കസ് ചെയ്തു. ഞാൻ ആദ്യം ബ്രിട്ടീഷ് ഡ്രാമയെ കുറിച്ചൊരു ഡീപ്പ് ഇൻട്രൊഡക്ഷനും തന്നിട്ടുണ്ടായിരുന്നു. ഈ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരാം. സോ താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പരീക്ഷ ചെയ്താൽ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. പിന്നെ ഇഗ്നോ റാപ്പിഡ് 30 ക്രാഷ് ബാച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ലൈവ് സെഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ BA സൈക്കോളജി, BA ഇംഗ്ലീഷ്, അതുപോലെ തന്നെ BCom, BA സോഷ്യോളജി പോലുള്ള UG പ്രോഗ്രാമിൻ്റെ PG പ്രോഗ്രാമായിട്ട് MA ഇംഗ്ലീഷ്,
MS സൈക്കോളജി, അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള M.Com, ഇത്രയും ക്ലാസ്സുകളാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നമ്മൾ കൊടുക്കുന്നത്. സോ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ പിന്ന മെസ്സേജിൽ അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പേഴ്സിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ദോസ് ഹു വോണ്ട് ദിസ് PDF, ആർക്കെങ്കിലും ഈ PDF വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഈ PDF അവൈലബിൾ ആയിരിക്കും. ഫ്യൂച്ചർ പ്ലസിൻ്റെ സ്റ്റുഡൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ മെൻറ്റേഴ്സ് PDF അവൈലബിൾ ആക്കി തരും. ഓൾറെഡി നമ്മുടെ ഇതിൻ്റെ സൂമിൻ്റെ ലൈവ് കഴിഞ്ഞതാണ്. സോ അതിൽ നിങ്ങൾ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ. സോ അതിൽ നമ്മൾ ബ്രീഫായിട്ട് എല്ലാതിൻ്റെയും ബ്ലോക്ക് വൈസ് സമ്മറി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ആ ഒരു സൂം ലൈവിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ടാവും. റൈറ്റ്. സോ വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പരീക്ഷ എഴുതുക. PG പേപ്പറാണ്. സോ നിങ്ങൾ PGക്ക് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.